ഓം സ്വാമിയേ ശരണമയ്യപ്പ. മാളിയപ്പുറത്തമ്മ ലോകമാതാവേ ശരണമയ്യപ്പ. ശ്രീ മഹാദേവ്യൈ നമ. ശ്രീ ലളിതാ ത്രിപുരസുന്ദര്യൈ നമ. ഞാൻ നാടവന പരമേശ്വരൻ നമ്പൂതിരി, മുൻ ശബരിമല മാളിയപ്പുറം മേൽശാന്തി. ലളിതാ സഹസ്രനാമത്തിലെ 231 നാമങ്ങളുടെ അർത്ഥമാണ് നമ്മൾ അനുസ്മരിച്ച് കഴിഞ്ഞത്. ഇനി 232 നാമം. ഓം മഹേശ്വര മഹാകൽപ്പ മഹാതാണ്ഡവ സാക്ഷിണ്യൈ നമ. മഹാപ്രളയകാലത്ത് മഹേശ്വരൻ്റെ മഹാതാണ്ഡവത്തിന് സാക്ഷിയായി നിന്നവൾ എന്നാണ് നാമത്തിനർത്ഥം. അപ്പോൾ മഹാപ്രളയം എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തെ സംഹരിക്കലാണ്. അപ്പോൾ സംഹാരകർത്താവായിട്ടുള്ള ശിവൻ മഹാപ്രളയകാലത്ത് ആഹ്ലാദത്തിമിർപ്പോടെ സംഹാരതാണ്ഡവമാടുന്നു എന്നാണ് പുരാണത്തിലൊക്കെ പറയുന്നത്. അപ്പോൾ ശിവതാണ്ഡവത്തിന് പ്രപഞ്ചാതീതയായിട്ടുള്ള ദേവി മാത്രമാണ് ഏക സാക്ഷി എന്നുള്ളതാണ്. അപ്പം പഞ്ചദശീ സ്തവത്തിലെ പ്രസക്ത ശ്ലോകം ആചാര്യ ഭാസ്കരായർ ഇവിടെ ഇതിന് ഉദാഹരണമായിട്ട് പറയുന്നുണ്ട്. കൽപ്പോപസംഹരണ കൽപ്പിതതാണ്ഡവസ്യ ദേവസ്യ ഖണ്ഡപരശോ പരഭൈരവസ്യ പാശാങ്കുശേഷ വശരാസന പുഷ്പബാണേർസാ സാക്ഷിണി വിജയദേ തവ മൂർത്തിരേഖ. പരശുവേന്തിയ പരാഭൈരവൻ സംഹാരനൃത്തമാടി പ്രപഞ്ചത്തെ തന്നിൽ ലയിപ്പിക്കുന്നതിന് ഏകസാക്ഷിയായി വർത്തിക്കുന്ന ദേവി ജയിക്കട്ടെ എന്നാണ് ആ ശ്ലോകത്തിൻ്റെ അർത്ഥം. അപ്പോൾ ദേവീ ഭാഗവതത്തിൽ ഇതിനെപ്പറ്റി പറയുന്നത് ഇങ്ങനെയാണ്. യേഷാ സംഹൃത്യ സകലം വിശ്വം ക്രീഡതി സംശയേ ലിംഗാനി സർവജീവാനാം സ്വശരീരേ നിവേശ്യജ. ദേവി തന്നെ സകല ജഗത്തിനെയും തന്നിൽ സംഹരിച്ച് കൽപ്പാന്തരത്തിൽ ലാസ്യക്രീഡ നടത്തുന്നതായിട്ടും പരാമർശിച്ചിരിക്കുന്നു. എങ്ങനെയായാലും അർദ്ധനാരീശ്വര സങ്കല്പത്തിൻ്റെ മനോഹാരിതയാണ് ഇവിടെ നമ്മൾ കാണേണ്ടത് എന്നുള്ളതാണ്. അപ്പം മഹാദേവൻ്റെ കൽപ്പാന്തതാണ്ഡവത്തിന് മഹാദേവി മാത്രമാണ് സാക്ഷിണി എന്നാണ്. കാരണം അവർ ശബ്ദാർത്ഥങ്ങളെ പോലെ സംതൃപ്തരും ജഗത്പിതാക്കളുമാണല്ലോ, അതുകൊണ്ടാണത്. ഇനി 233 നാമം. ഓം മഹാകാമേശ മഹിഷ്യൈ നമ. മഹാകാമേശൻ്റെ മഹിഷിയായിട്ടുള്ളവൾ എന്നാണ്. മഹിഷി എന്ന് പറഞ്ഞാൽ പട്ടമഹിഷി എന്ന് തന്നെയാണ് അർത്ഥം. ഇനി 234 നാമം. ഓം മഹാത്രിപുരസുന്ദര്യൈ നമ. മഹത്തായ ത്രിപുരങ്ങൾക്കും സുന്ദരിയായവൾ എന്നാണ്. അപ്പോൾ ത്രിപുരത്തെയാണ് ഇവിടെ ത്രിപുടി എന്ന് പറയുന്നത്. മാതൃമേയമാനങ്ങളാണ് പുരങ്ങൾ അല്ലേ. ജ്ഞാതാവ്, ജ്ഞേയം, ജ്ഞാനം എന്ന് നമുക്കതിനെ ഒന്നുകൂടി വിശദമായിട്ട് മനസ്സിലാക്കാം. അപ്പോൾ ത്രിപുരങ്ങൾ ശരീരത്രയങ്ങളുമാവാം. സ്ഥൂല ശരീരം, സൂക്ഷ്മ ശരീരം, കാരണശരീരം. അപ്പോൾ ഈ 3 പുരങ്ങൾക്കും സുന്ദരിയാണ് ദേവി എന്നാണ്. അപ്പോൾ ഈ 3 പുരങ്ങളിലും അഭിരാമിയായിട്ട് വർത്തിക്കുന്ന ശക്തി ദേവിയാണ് എന്നാണ്. അപ്പോൾ ജീവചൈതന്യത്തെക്കാൾ സൗന്ദര്യപൂർണമായ വസ്തു ഈ പ്രപഞ്ചത്തിൽ വേറെ എന്താ ഉള്ളത് അല്ലേ. അപ്പോൾ അതാണ് ശ്രുതിയും പറയുന്നത്. തദേതത് പ്രേയ പുത്രാത്പ്രേയോ വിത്താത്പ്രേയോ അന്യസ്മാത് സർവസ്മാത് അന്തരതരം യഥാമാത്മാ ആത്മാനമേവ പ്രിയമുപാസിത എന്നാണ് ബൃഹദാരണ്യകം എന്ന് പറയുന്ന അതിൽ ശ്രുതിയായിട്ട് പറയുന്നത്. അപ്പം മഹാഭാരതത്തിൽ അതിനെപ്പറ്റി പറയുന്നത് തസ്മാത് പ്രിയതമസ്വാത്മാ സർവേഷാമവിദേഹിനം. ഇവിടെയൊക്കെ ഈ ആത്മാവിൻ്റെ സൗന്ദര്യവും അതുകൊണ്ടുള്ള പ്രിയാധിക്യമൊക്കെയാണ് വ്യക്തമാക്കണത്. അത് മാത്രമല്ല, ദൃഷ്ടിജീവൻ്റെ ശക്തിയെ കുണ്ടലിനി എന്നും സമഷ്ടിജീവനായ സദാശിവൻ്റെ ശക്തിയെ ത്രിപുരസുന്ദരി എന്നും വിളിക്കുന്നു എന്നുള്ള നമ്മൾ മനസ്സിലാക്കുകയാണ് വേണ്ടത് എന്നുള്ളതാണ്. ഇനി 235 നാമം. ഓം ചതുഷ്ഷഷ്ടുപചാരാഢ്യായൈ നമ. 64 ആചാരങ്ങളിലും പ്രാധാന്യം നൽകി ആരാധിക്കപ്പെടുന്നവൾ എന്നാണ്. അഢ്യ എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠ എന്നാണ്. ചതുഷ്ഷഷ്ടി എന്ന് പറഞ്ഞാൽ 64. അപ്പോൾ പരശുരാമൻ്റെ കൽപ്പശാസ്ത്രപ്രകാരമുള്ള ഉപചാരങ്ങളാണ് ഈ 64
ആചാരങ്ങൾ. അപ്പോൾ മറ്റ് തന്ത്രങ്ങളിൽ ഒരു 8 ഉപ ആചാരങ്ങളും കൂടി പ്രതിപാദിച്ചതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇവയെല്ലാം ഗുരുമുഖത്തു നിന്ന് തന്നെയാണ് അഭ്യസിക്കേണ്ടത്. അപ്പോൾ പൂജാപ്രകരണത്തിൽ ഈ ഉപചാരങ്ങൾ വിസ്തരിച്ച് പറയുന്നുമുണ്ട്. ഈ 64 ഉപചാരങ്ങളിൽ 16 എണ്ണമാണ് പ്രധാനമായിട്ടുള്ളത്. അതാണ് ഷോഡശോപചാരങ്ങൾ എന്നറിയപ്പെടുന്നത്. മറ്റെല്ലാം ഉപാംഗങ്ങളാണ് എന്ന് പറയണു. ഈ ഷോഡശോപചാരങ്ങൾ എന്ന് പറഞ്ഞാൽ ആവാഹനം, ആസനം, പാദ്യം, അർഘ്യം, ആചമനം, സ്നാനം, വസ്ത്രം, ഭൂഷണം, ഗന്ധം, പുഷ്പം, ധൂപം, ദീപം, നൈവേദ്യം, താമ്പൂലം, പ്രദക്ഷിണം, നമസ്കാരം എന്നുള്ളതാണ്. അപ്പോൾ ഈ 72 ആചാരങ്ങൾ എന്ന് മറ്റൊരു തന്ത്രവിധിയുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. അതിൽ വൈരുദ്ധ്യമൊന്നും കാണേണ്ട കാര്യമില്ല. കാരണം 64 ഉപചാരങ്ങളോടൊപ്പം വേറെ 8 ഉപചാരങ്ങളിൽ കൂടി ഉണ്ട് എന്ന് നേരത്തെ പറഞ്ഞുവല്ലോ. അപ്പോൾ ഈ 64 8ഉം ചേരുമ്പോൾ 72 അങ്ങനെ 72 ആചാരങ്ങളാലും ആരാധിക്കപ്പെടുന്നവളാണ് ദേവി എന്നുള്ളതാണ്. ഇപ്പോൾ സാധാരണ ഒരു പൂജയിൽ ഷോഡശോപചാര പ്രകാരമാണ് ഏതൊരു മൂർത്തിയെയും നമ്മൾ പൂജ കഴിക്കാറുള്ളത് എന്നാണ്. ക്ഷേത്രത്തിലായാലും ഗൃഹങ്ങളിലായാലും ആ പൂജയ്ക്ക് ഷോഡശോപചാരങ്ങൾ എന്നുള്ള ആ ഒരു പ്രമാണപ്രകാരം 16 ആചാരങ്ങളിലൂടെയാണ് നമ്മൾ അനുഷ്ഠിക്കാറ് എന്നുള്ളതാണ്. ഇനി 236 നാമം. ഓം ചതുഷ്ഷഷ്ടികലാമയ്യേ നമ. കലകൾ 64 അല്ലേ? അപ്പോൾ ആ കലാരൂപങ്ങളായി പ്രകാശിക്കുന്നവളാണ് ദേവി എന്നാണ്. ഇത് തന്നെയാണ് ഗീതയിലും പറയണത്. പ്രപഞ്ചത്തിൽ ഈശ്വരപ്രഭാവം പ്രകടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് തേജോമയമായി ഉത്സാഹപൂർണമായി ഏതേത് ഭാവങ്ങളുണ്ടോ അവയൊക്കെ പരമാത്മചൈതന്യത്തിൻ്റെ പ്രകടിതമായിട്ടുള്ള രൂപങ്ങളാണ് എന്ന് മനസ്സിലാക്കിയാലും അർജുന എന്നാണ് ഭഗവാൻ അർജുനനോട് ഉപദേശിക്കുന്നത്. അപ്പോൾ കല എന്ന് പറഞ്ഞാൽ അംശം എന്നൊരർത്ഥമുണ്ട് അല്ലേ? അപ്പോൾ ആത്മചൈതന്യത്തിൻ്റെ അംശം എന്നാണ്. അപ്പോൾ കല ഏതും ആത്മചൈതന്യത്തിൻ്റെ അംശമാണ് എന്നാണ്. കല പ്രകടനശക്തിയുടെ ഒരു ലാഘവത്വമാണ് അല്ലേ? ഏതിലും പ്രയോഗ ലാഘവത്വം അനുഭവപ്പെടുമ്പോഴാണ് അവിടെ കലയുണ്ടാകുന്നത് തന്നെ. അപ്പോൾ അർജുനന് സവ്യസാചി എന്ന പ്രശംസ ആ അർത്ഥത്തിൽ വന്നതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ കലയുടെ പ്രതീകമാണ് അർജുനൻ എന്ന് അതിലൂടെ വരുന്നു എന്നുള്ളതാണ്. ഇനി അർത്ഥവാദപരമായിട്ട് നമ്മൾ ചിന്തിച്ച് നോക്കിയാൽ ഇന്ദ്രൻ ആത്മാവാണെന്ന് വേദപ്രസിദ്ധമാണ് അല്ലേ? ആ ഇന്ദ്രൻ്റെ മകനാണ് അർജുനൻ അല്ലേ? അപ്പോൾ ആത്മാവിൻ്റെ സൃഷ്ടിയാണ് കല എന്ന് താല്പര്യം. കല 64 എന്ന് നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട്. എല്ലാവർക്കും അറിയോ ഏതൊക്കെയാണ് 64 കലകളെന്ന്? നമുക്കതൊന്ന് പെട്ടെന്ന് നോക്കാം. 1 ഗീതം, വാദ്യം, നൃത്തം, നാട്യം, ചിത്രനിർമ്മാണം, അച്ചുകൾ നിർമ്മിക്കുക, പൂമാല തുടങ്ങി പൂക്കൾ കൊണ്ട് ചെയ്യാവുന്ന ശില്പവൈവിധ്യങ്ങൾ. ഇനി കിടക്കകളിലുള്ള കലാവിരുത്, മെത്തയിലെ രചനാസാമർഥ്യം, ശരീര സൗകുമാര്യം വർദ്ധിപ്പിക്കാനുള്ള കരകൗശലം, ഗൃഹാലങ്കാരം, ജലം കൊണ്ടുള്ള വാദ്യവിശേഷങ്ങൾ, അതേപോലെ ജലത്തിൽ നാദവൈദഗ്ധ്യം സൃഷ്ടിക്കുക, വേഷവിധാനം, മുത്തുകൊണ്ടും മറ്റും മാലകൾ നിർമ്മിക്കുക, കേശാലങ്കാരം, വസ്ത്രാഭരണം, കർണാഭരണങ്ങൾ നിർമ്മിക്കുക, പുഷ്പാലങ്കാരം, ആഹാരവസ്തുക്കളിലെ ചിത്രരചന, അതേപോലെ ഇന്ദ്രജാലം, ഭംഗീകരണം എന്ന് പറഞ്ഞാൽ ഈ രോഗികൾക്ക് നേത്രാനന്ദം നൽകാനുള്ള ചിത്ര സംവിധാനമൊക്കെയാണ്. പിന്നെ കരശുചീകരണം, നഖം മിനുക്കലും മറ്റുള്ള ഇത്, അതേപോലെ പലഹാര നിർമ്മാണം, പാനീയ നിർമ്മാണം, തയ്യൽ, വലനെയ്ത്ത്, കടങ്കഥ, അതേപോലെ അക്ഷരശ്ലോകം, അർത്ഥപ്രവചനം, ഗ്രന്ഥപാരായണം, നാടകദർശനം, സമസ്യാപൂരണം, ചൂരൽ കൊണ്ടുള്ള ഗൃഹോപകരണങ്ങൾ നിർമ്മിക്കൽ, ദാരു നിർമ്മാണം, അതേപോലെ തർക്കം, വാസ്തുവിദ്യ, സ്വർണ്ണരത്ന പരിശോധന, ധാതു സംസ്കരണം, അതേപോലെ രത്നം ചെത്തിമിനുക്കി നിറം പിടിപ്പിക്കൽ, ഖനി പരീക്ഷണം, അതേപോലെ വൃക്ഷവിശേഷജ്ഞാനം, അതായത് വൃക്ഷലതാദികളെ പറ്റിയിട്ടുള്ള അറിവ്, പിന്നെ കോഴിപ്പോര്, പക്ഷിരുതജ്ഞാനം, അതായത് പക്ഷികളുടെ ശബ്ദാലാപത്തിൻ്റെ അർത്ഥഗ്രഹണം, അതേപോലെ തിരുമ്മൽ, കേശപ്രക്ഷാളനം, അതായത് മുടിയുടെ ശുദ്ധിക്കും വളർച്ചയ്ക്കും ചെയ്യുന്ന ഒരുതരം സ്നാനക്രിയകളാണ്. അതേപോലെ അക്ഷരമുഷ്ടികാകഥനം, വിദേശ ഭാഷാ പഠനം,
ദേശഭാഷാജ്ഞാനം, ഭാവികാല പ്രവചനം, യന്ത്രനിർമ്മാണം, സ്മരണാശക്തി പോഷണം, അതേപോലെ കേട്ടുപഠിക്കൽ, നിമിഷകവനം, പിന്നെ ക്രിയാവികൽപ്പം, കപടഭാവം, ഛന്ദോജ്ഞാനം, വസ്ത്രഗോപനം, ചൂതുകളി, പകിടകളി, ബാലലീല, വിനയാചാര ക്രമങ്ങൾ, വൈതാളിക വിദ്യാജ്ഞാനം, കാര്യഗ്രഹണം. ഇതാണ് 64 കലകളുടെ പേര്. അപ്പോൾ ഇങ്ങനെ ഒരു വിഭാഗം കലകൾ ഇതിൽ നിന്ന് ഭിന്നമായും കലകളെ കണക്കാക്കുന്നുണ്ട്. അതായത് ജീവിതത്തിൽ കലാപരം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഏത് പ്രവൃത്തിയും കല തന്നെയാണ് എന്നാണ്. അതിൽ ദേവിയുടെ വിഭൂതി അംശമാണ് നമ്മൾ കാണുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ വാമകേശ്വര തന്ത്രത്തിലെ കലകൾ എന്നുള്ള പേരിൽ 64 ഗ്രന്ഥങ്ങളുണ്ട് എന്ന് കാണുന്നുണ്ട്. ആ ഗ്രന്ഥരൂപത്തിൽ പ്രകാശിക്കുന്ന ദേവി എന്നും അവിടെ നമുക്ക് അർത്ഥമായിട്ട് സങ്കല്പിക്കാവുന്നതാണ്. അപ്പോൾ 237 നാമം. ഓം മഹാചതുഷ്ഷഷ്ടി കോടി യോഗിനീ ഗണസേവിതായൈ നമഃ. 64 കോടി യോഗിനീഗണങ്ങളാലും പരിസേവിതയായവൾ. ബ്രാഹ്മി, മാഹേശി, കൗമാരി, വൈഷ്ണവി, വാരാഹി, മാഹേന്ദ്രി, ചാമുണ്ഡി, മഹാലക്ഷ്മി തുടങ്ങിയിട്ടുള്ള 8 യോഗിനികൾക്ക് ഓരോരുത്തർക്കും അക്ഷോപ്യ മുതലായിട്ടുള്ള 8 ശക്തികൾ വീതമുണ്ട് എന്നാണ്. അങ്ങനെ 64 യോഗിനികൾ, ചതുഷ്ഷഷ്ടി യോഗിനികൾ, ഇവയെല്ലാം ദേവിയുടെ ഓരോ ശക്തിവിശേഷങ്ങളാണ് എന്നാണ്. അപ്പോൾ ഈ ഓരോ യോഗിനികൾക്കും അംശഭൂതരായിട്ട് 1 കോടി യോഗിനികൾ വേറെ ഉണ്ട് എന്നാണ്. അതാണ് ചതുഷ്ഷഷ്ടി കോടി യോഗിനികൾ, 64 കോടി എന്നുള്ള ഒരു കണക്ക് വന്നത് അങ്ങനെയാണ്. അപ്പോൾ ത്രൈലോക്യമോഹനം തുടങ്ങിയിട്ടുള്ള 9 ചക്രങ്ങളിൽ ഓരോന്നിലും ഇതേപോലെ 64 കോടി യോഗിനികൾ വസിക്കണമെന്നാണ്. അപ്പോൾ ഇവരെ എല്ലാവരെയും ചേർത്ത് മഹാചതുഷ്ഷഷ്ടി കോടി യോഗിനികൾ എന്ന് വിളിക്കാറുണ്ട്. ഈ മഹായോഗിനീഗണത്താൽ ആരാധിക്കപ്പെടുന്നവളാണ് ദേവി എന്നാണ് നാമത്തിന് നമ്മൾ അർത്ഥമായിട്ട് എടുക്കേണ്ടത്. അപ്പോൾ മനസ്സ് എന്ന് പറയുന്ന അച്ചുതണ്ടിൽ തിരിയുന്ന 1000 ഇച്ഛാശക്തികളാണ് യോഗിനിമാർ എന്ന പേരിൽ വ്യവഹരിക്കപ്പെടുന്നത് എന്ന് നമ്മൾ ഭാവാർത്ഥമായിട്ട് എടുത്താൽ നമുക്കതൊന്നും കൂടി സ്പഷ്ടമായിട്ട് മനസ്സിലാവും എന്നുള്ളതാണ്. ഇനി 238 നാമം. ഓം മനുവിദ്യായേ നമഃ. ശ്രീവിദ്യാസ്വരൂപിണിയായ ദേവി തന്നെയാണ് മനുവിദ്യ, അല്ലേ? അപ്പോൾ 12 ഭക്തന്മാർ ദേവിയെ ഉപാസിച്ചിരുന്ന രീതികളാണ് ഇവിടെ മനുവിദ്യ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. ആ 12 ഭക്തന്മാരെ ആരൊക്കെയാണെന്ന് വെച്ചാൽ മനു, ചന്ദ്രൻ, കുബേരൻ, ലോപാമുദ്ര, അഗസ്ത്യൻ, മന്മഥൻ, അഗ്നി, സൂര്യൻ, ഇന്ദ്രൻ, സ്കന്ദൻ, ശിവൻ, ക്രോധഭട്ടാരകൻ അല്ലെങ്കിൽ ദുർവാസാവ് എന്നിവരാണ് ആ 12 ഭക്തന്മാർ എന്നാണ്. അപ്പോൾ ഇവർ ദേവിയെ ഉപാസിക്കാനായിട്ട് 12 ഉപാസനാവിധികൾ ചമച്ചു എന്നാണ് ജ്ഞാനാർണവത്തിൽ ഇതിനെക്കുറിച്ച് പറയണത്. ഇനി 239 നാമം. ഓം ചന്ദ്രവിദ്യായേ നമഃ. ഇവിടെ ശ്രീവിദ്യ തന്നെയാണ് ചന്ദ്രവിദ്യ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ചന്ദ്രൻ ദേവിയെ ഉപാസിച്ചിരുന്നതിനാൽ ചന്ദ്രവിദ്യയാൽ ഉപാസിക്കപ്പെടുന്നവളിൽ നിന്ന് നമുക്ക് ആ നാമത്തിന് അർത്ഥമായിട്ട് എടുക്കാവുന്നതാണ്. ഇനി 240 നാമം. ഓം ചന്ദ്രമണ്ഡലമധ്യകായേ നമഃ. ചന്ദ്രമണ്ഡലത്തിൻ്റെ മധ്യത്തിൽ കടന്നിരിക്കുന്നവൾ എന്നാണ് നാമത്തിനർത്ഥം. അതായത് ശ്രീചക്രത്തിലെ ചന്ദ്രമണ്ഡലത്തെയാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. അപ്പോൾ പിണ്ടാണ്ടത്തിലെ ശക്തിരൂപിണി കുണ്ടലിനിയും ബ്രഹ്മാണ്ടത്തിലെ ശക്തിരൂപിണി ത്രിപുരസുന്ദരിയും ആ കുണ്ടലിനി ശക്തി ഷഡാധാര ചക്രം ഭേദിച്ച് സഹസ്രാരത്തിലെത്തി ചന്ദ്രമണ്ഡലം പ്രാപിച്ച് അമൃതവർഷം ചൊരിയുന്നുവെന്ന അനുഭവ കഥനമാണ് ഇവിടെ നമ്മൾ അനുസ്മരിക്കേണ്ടത് എന്നാണ്. അപ്പോൾ ശിവപുരാണത്തിൽ അതിനെപ്പറ്റി പറയുന്നത് അഹമഗ്നി ശിരോനിഷ്ഠ ത്വം സോമശിരസി സ്ഥിത അഗ്നിസോമാത്മകം വിശ്വം ആവാഭ്യാം സമധിഷ്ഠിതം. അഗ്നിയുടെ നാളത്തിൽ ഞാനും ചന്ദ്രൻ്റെ ശിരസിൽ നീയും വർത്തിക്കുന്നു. അഗ്നി സോമാത്മകമായിട്ടുള്ള ഈ ജഗത്തിനെ നാം ഇരുവരും അധിവസിക്കുന്നു എന്നാണ്. അപ്പം ചന്ദ്രനും അഗ്നിയും ശീതോഷ്ണങ്ങൾക്കും സുഖദുഃഖങ്ങൾക്കും അപ്രകാരമുള്ള എല്ലാ ദ്വന്ദ്ഭാവങ്ങൾക്കും പ്രതീകാത്മകമായിട്ടുള്ള അവലംബമാണ് എന്ന് നമുക്കറിയാം.
അപ്പോൾ ആ ദ്വന്ദ്ഭാവത്തിലാണ് ശിവശക്തികൾ പ്രപഞ്ചത്തിൽ പ്രകടിതരാകുന്നത് എന്ന് അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇനി 241 നാമം. ഓം ചാരുരൂപായൈ നമ. ദേവിയുടെ രൂപം എപ്പോഴും ഒരേ രീതിയിൽ ആകർഷകമാണ് എന്നാണ്. ചാരുവായ രൂപത്തോടു കൂടിയവൾ. ചാരു എന്ന് പറഞ്ഞാൽ വൃദ്ധിക്ഷയമില്ലാത്ത സൗന്ദര്യം എന്നാണ്. അപ്പോൾ ദേവിയുടെ സൗന്ദര്യം ഭക്തൻ്റെ ഭാവനയ്ക്കനുസരണമായിട്ട് നിത്യലാവണ്യം എന്നതാണ് അല്ലേ. ഓരോരുത്തരും അവരവരുടെ ഭാവനയ്ക്കനുസരിച്ചിട്ടാണ് ആ രൂപത്തെ സങ്കല്പിക്കാറുള്ളത്. അപ്പോൾ അവിടെ വാട്ടോ മ്ലാനതയോ ഒന്നുമില്ല എന്നുള്ളതാണ്. അപ്പോൾ എപ്പോഴും നവോന്മേഷം പകർന്ന് വിലസുന്നതായിരിക്കും ദേവിയുടെ രൂപം എന്നുള്ളതാണ് ചാരുരൂപ എന്നുള്ള നാമത്തിന് അർത്ഥമായിട്ട് എടുക്കേണ്ടത്. ഇനി 242 നാമം. ഓം ചാരുഹാസായൈ നമ. ചാരുവായ, അതായത് മനോഹരമായ ഹാസത്തോടു കൂടിയവൾ. ദേവിയുടെ മന്ദസ്മിതമാണ് ചന്ദ്രിക എന്ന് കവി കൽപ്പനയുണ്ട് ഇല്ലേ. അപ്പോൾ പ്രബോധജ്ഞാനം ഉണർത്തുന്ന വെൺചന്ദ്രികയ്ക്ക് സമാനമായിട്ടുള്ള മന്ദഹാസമാണ് എപ്പോഴും ദേവിയെ വിശ്വവശ്യയാക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ജ്ഞാനാമൃതമാണ് ആ മന്ദഹാസത്തിലൂടെ പ്രസരിക്കുന്നത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പോൾ 243 നാമം. ചാരുചന്ദ്രകലാധരായൈ നമ. ചാരുവായ ചന്ദ്രക്കല ചൂടിയവൾ എന്നാണ്. അപ്പോൾ വൃത്തിക്ഷയമില്ലാത്ത ഈ ചന്ദ്രക്കലയ്ക്ക് സാധാ എന്നാണ് പേര്. അപ്പോൾ ഇവിടെ ഒരു ഭാഗവത കഥയിൽ ഈ ചന്ദ്രക്കല എന്നുള്ള പേരുള്ള ഒരു രാജകുമാരിയുടെ കഥയുണ്ട്. സർവശുഭലക്ഷണങ്ങളോട് കൂടിയവളും പരമസാത്വികയും ശശികല എന്ന പേരോട് കൂടിയവളുമായി കാശി മഹാരാജാവിനൊരു പുത്രി ഉണ്ടായിരുന്നു എന്നാണ്. ഒരർദ്ധരാത്രിയിൽ ജഗദംബയായിട്ടുള്ള ദേവി അവൾക്ക് സ്വപ്നത്തിൽ ദർശനം നൽകിയെന്നും അവളെ ആശ്വസിപ്പിച്ചുകൊണ്ട് അടുത്തിരുന്ന ദേവി ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെയാണ് പറയണേ. അല്ലയോ സുന്ദരി, എൻ്റെ ഭക്തനും നിനക്ക് സകല അഭിഷ്ടങ്ങളും പ്രദാനം ചെയ്യാൻ ശക്തനുമായ സുദർശനനെ എൻ്റെ വാക്കനുസരിച്ച് നീ വരിച്ചാലും നിനക്ക് സർവമംഗളങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശീർവദിച്ചു എന്നാണ്. ആ ശശികലയ്ക്ക് ആശ്രയഭൂതയായവൾ എന്നും വേണമെങ്കിൽ ഈ നാമത്തിന് നമുക്കൊരു വ്യാഖ്യാനം കൊടുക്കാമെന്നാണ്. അപ്പോൾ ധ്യാന ശ്ലോകത്തിലെ താരാനായക ശേഖര എന്നുള്ള വിശേഷണം ഇവിടെ നമുക്ക് ഒന്ന് അനുസ്മരിക്കുന്നത് കൂടുതൽ നല്ലതായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഭാഗവതത്തിലാണ് ഇങ്ങനെയൊരു കഥ കണ്ടിട്ടുള്ളത്. ഇനി 244 നാമം. ഓം ചരാചര ജഗന്നാഥായൈ നമ. സ്ഥാവരങ്ങളും ജംഗമങ്ങളുമാകുന്ന സകല ജഗത്തിനും നാഥയായവൾ എന്നാണ്. ഇനി 245 നാമം. ഓം ചക്രരാജനികേതനായൈ നമ. ചക്രരാജനെ, അതായത് ശ്രീചക്രത്തെ നികേതനമാക്കിയിരിക്കുന്നവൾ എന്നാണ്. നികേതനം എന്ന് പറഞ്ഞാൽ വീടാണ് അല്ലേ. ഇപ്പോൾ തന്ത്രവിദ്യയിൽ സർവപ്രധാനം ശ്രീചക്രമാകുന്നു എന്ന് നമ്മൾ നേരത്തെ സ്മരിച്ചു. അതുകൊണ്ടാണ് ശ്രീചക്രം ചക്രരാജനായി തീർന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ ശ്രീചക്രത്തിലെ ത്രൈലോക്യമോഹനം തുടങ്ങിയിട്ടുള്ള 9 ചക്രങ്ങളെയും അധിവസിക്കുന്നവൾ എന്ന് ഈ നാമത്തിന് അർത്ഥം നമുക്ക് എടുക്കാം. ശ്രീചക്രം എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ അതിനെക്കുറിച്ച് കൂടുതൽ വിവരിക്കുന്നുണ്ട്. ഈ ത്രൈലോക്യമോഹനം തുടങ്ങിയിട്ട് സർവാനന്ദമയം വരെയുള്ള 9 ചക്രങ്ങൾ 9 ആവരണങ്ങളാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ സത്യത്തെ അഭിമുഖം ദർശിക്കുന്നതിന് മുമ്പായിട്ട് 9 വലയങ്ങളെ തരണം ചെയ്യുകയോ 9 മൂടുപടലങ്ങളെ നീക്കുകയോ വേണം എന്നാണ് അതിൻ്റെ താല്പര്യമായിട്ട് പറയുന്നത്. അപ്പോൾ ശ്രീചക്രത്തെ നിലയനമാക്കിയിരിക്കുന്ന ദേവി ക്ഷിപ്രലബ്ധയല്ല, അതായത് എളുപ്പത്തിൽ നമുക്ക് സ്വായത്തമാക്കാൻ സാധിക്കുന്ന ഒന്നല്ല എന്നും നിരന്തരമുള്ള ഉപാസനയാണ് ദേവിയെ ദർശിക്കുന്നതിനുള്ള ഉപായമെന്നും ഇതുകൊണ്ട് തന്നെ നമ്മൾക്ക് മനസ്സിലാവണോ ഇല്ലേ. അപ്പോൾ ദേവിയുടെ അനുഗ്രഹത്തിന് നിർവ്യാജമായിട്ടുള്ള ഭക്തി മാത്രം മതി എന്നും ഈ അവസരത്തിൽ നമ്മൾ ഓർക്കേണ്ടതായിട്ടുണ്ട് എന്നാണ്. ഇനി 246 നാമം. ഓം പാർവത്യൈ നമ. പർവ്വതരാജനായ ഹിമവാന്റെ പുത്രി എന്നാണ് നാമത്തിനർത്ഥം. ദക്ഷപ്രജാപതിയുടെ പുത്രിയും ശിവപത്നിയുമായിരുന്ന സതി അച്ഛൻ തന്നോടും തൻ്റെ ഭർത്താവിനോടും കാട്ടിയ അവഗണനയിൽ പ്രതിഷേധിച്ച് അച്ഛൻ നടത്തിയ യാഗവേദിയിൽ യോഗാഗ്നി ജ്വലിപ്പിച്ച് ആത്മാഹൂതി ചെയ്യുകയും വീണ്ടും ഹിമവാന്റെ പുത്രിയായിട്ട് ജനിച്ചു എന്നുള്ള കഥയൊക്കെ നമ്മൾ പുരാണങ്ങളിൽ കേട്ടിട്ടുണ്ട് അല്ലേ. അപ്പോൾ സതീയോഗ വിസൃഷ്ടദേഹ എന്നാണ് കാളിദാസൻ
കുമാരസംഭവത്തിൽ അതിനെപ്പറ്റി വർണ്ണിക്കണത് തന്നെ. അപ്പോൾ ആഗ്നേയി എന്നുള്ള യോഗശക്തി കൊണ്ടാണ് സതീദേവി ശരീരത്യാഗം ചെയ്തത് എന്നും എന്നിട്ട് ഹിമപുത്രിയായി പുനർജനിച്ചവളാണ് പാർവതി എന്നൊക്കെയാണ് കഥ. അപ്പോൾ അതാണ് പാർവതി എന്നുള്ള നാമത്തിലൂടെ നമുക്ക് മനസ്സിലാവേണ്ടത്. ഇനി 247 നാമം ഓം പത്മനയനായേ നമ. താമരപ്പൂവിൻ്റെ ദളം പോലെ മനോഹരമായ നീണ്ടിടം വെട്ട കണ്ണുകളോട് കൂടിയവൾ എന്നാണ്. പത്മം എന്ന് പറഞ്ഞാൽ താമരയാണ് അല്ലേ. അപ്പോൾ ശുദ്ധിയുടെ പര്യായമാണ് താമര. അപ്പോൾ എങ്ങും നന്മ മാത്രം കാണുന്നവളാണ് ദേവി എന്നാണ് ആ നാമത്തിന് മറ്റൊരർത്ഥമായിട്ട് നമുക്ക് എടുക്കാൻ സാധിക്കുക എന്നുള്ളതാണ്. ഇനി 248 നാമം ഓം പത്മരാഗസമപ്രഭായേ നമ. പത്മരാഗത്തിൻ്റെ നിറം പോലെ ചുവന്ന് തുടുത്ത നിറത്തോടു കൂടിയവൾ എന്നാണ്. നവരത്നങ്ങളിൽ ഒന്നാണ് പത്മരാഗം അല്ലേ. പത്മരാഗത്തിൻ്റെ നിറം ചുവപ്പുമാണ്. അപ്പോൾ ദാടിമീ കുസുമപ്രഭ എന്നുള്ള സിന്ദൂരാരുണ വിഗ്രഹം എന്നും അരുണാങ്കരുണാതരംഗിതാക്ഷി എന്നും ഹേമാഭാം എന്നൊക്കെ നമ്മൾ ദേവിയുടെ നിറത്തെ നേരത്തെ തന്നെ അരുണവർണ്ണമായിട്ടാണ് സർവത്ര വർണ്ണിച്ച് കണ്ടിട്ടുള്ളത് അല്ലേ. അപ്പോൾ നവരത്നങ്ങൾ എന്ന് പറയുന്നത് മുക്ത, മാണിക്യം, വൈഡൂര്യം, ഗോമേതകം, വജ്രം, വിദ്രുമൗ, പത്മരാഗം, മരതകം, ഇന്ദ്രനീലം തുടങ്ങിയിട്ടുള്ളതാണ്. മുത്ത്, മാണിക്യം, വൈഡൂര്യം, ഗോമേതകം, വജ്രം, പവിഴം, പത്മരാഗം, മരതകം, ഇന്ദ്രനീലം ഇവയൊക്കെയാണ് ഈ നവരത്നങ്ങളായിട്ട് അറിയപ്പെടണമെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഇനി 249 നാമം ഓം പഞ്ചപ്രേതാസനാസീനായൈ നമ. 5 പ്രേതങ്ങളെ ആസനമാക്കിയിരിക്കുന്നവൾ. ആസീന എന്ന് പറഞ്ഞാൽ ഇരിക്കുന്നവൾ എന്നാണ്. അപ്പം ബ്രഹ്മാവ്, വിഷ്ണു, രുദ്രൻ, ഈശ്വരൻ, സദാശിവൻ എന്നിവരാണ് ആ പഞ്ചപ്രേതങ്ങൾ. അപ്പോൾ ഇവരെ പഞ്ചബ്രഹ്മാക്കളെന്നും പറയാറുണ്ട്. കാരണം ബ്രഹ്മാവ് ദേവിയിൽ നിന്നും ലഭിക്കുന്ന വാമ എന്ന ശക്തിവിശേഷത്താലാണ് പ്രപഞ്ച സൃഷ്ടി നടത്തുന്നതെന്ന് പറയുന്നു. അപ്പോൾ ആ വാമാശക്തി ഇല്ലെങ്കിൽ ബ്രഹ്മാവ് ജഡമാണെന്നാണ്. അങ്ങനെ വിഷ്ണു, രുദ്രൻ, ഈശ്വരൻ, സദാശിവൻ എന്നിവർക്കും തത്തത് കർമ്മനിർവഹണത്തിന് ദേവിയുടെ ശക്തി അനുപേക്ഷണീയമാണ് എന്നുള്ളതാണ്. അപ്പോൾ ആ ശക്തി ഇല്ലെങ്കിൽ അവരും ജഡങ്ങൾ തന്നെയാണ് എന്നാണ്. അപ്പോൾ അതായത് നിശ്ചേഷ്ടരാണ് എന്ന് പറയാം. അപ്പോൾ സത്ത് നഷ്ടപ്പെടുമ്പോഴാണ് പ്രേതമാകുന്നത് അല്ലേ. സത്ത് പോകുന്നു എന്നതിനെയാണല്ലോ നാം ചത്തുപോകുന്നു എന്ന് സാമാന്യ രീതിയിൽ പറയാറുള്ളത് തന്നെ. അപ്പോൾ പഞ്ചപ്രേതങ്ങളെന്ന് പറഞ്ഞാൽ ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം മുതലായ പഞ്ചഭൂതങ്ങളും ആവാം. അപ്പോൾ പഞ്ചഭൂത സഞ്ചിതമായിട്ടുള്ള പ്രപഞ്ചത്തിൽ ചൈതന്യസ്വരൂപിണിയായ ദേവിയാണ് വർത്തിക്കുന്നത് എന്ന് 2 നിലയ്ക്കും ദേവി പഞ്ചപ്രേതാസനാസീനയാണ് എന്ന് നമുക്ക് വ്യവഹരിക്കാം എന്നുള്ളതാണ്. ഇനി 250 നാമം ഓം പഞ്ചബ്രഹ്മസ്വരൂപിണ്യൈ നമ. പഞ്ചബ്രഹ്മങ്ങൾ സ്വരൂപമായുള്ളവൾ എന്നാണ്. പഞ്ചബ്രഹ്മങ്ങൾ എന്ന് പറഞ്ഞാൽ ഈശാന, തത്പുരുഷ, അഘോര, വാമദേവ, സദ്യോജാത എന്നിവരാണ്. അപ്പോൾ ഈ 5 മൂർത്തികൾ ശിവൻ്റെ പ്രകാരഭേദങ്ങളാണ് താനും. അപ്പോൾ 2 പഞ്ചബ്രഹ്മങ്ങൾ എന്ന് പറഞ്ഞാൽ ജീവൻ, അന്ധക്കരണം, പഞ്ചജ്ഞാനേന്ദ്രിയങ്ങൾ, പഞ്ചകർമ്മേന്ദ്രിയങ്ങൾ, ശബ്ദാദി വിഷയങ്ങൾ എന്നിവയൊക്കെയാണെന്ന് ലിംഗപുരാണത്തിൽ വിസ്തരിച്ച് പറയുന്നുണ്ട്. അപ്പോൾ പഞ്ചഭൂതാത്മകമായ പ്രപഞ്ചത്തെയും പഞ്ചബ്രഹ്മം എന്ന് പറയാമെന്നാണ് അല്ലേ. സർവം ഖൽവിദം ബ്രഹ്മ എന്ന് ശ്രുതി വചനം തന്നെ ഉണ്ടല്ലോ. അപ്പോൾ വിരാട് രൂപിണിയാണ് ദേവി എന്ന് നമുക്കറിയാം. ആ നിലയ്ക്കും പ്രപഞ്ചാകാരയായ ദേവി എന്ന് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. അപ്പം മുൻ നാമപ്രകാരം പഞ്ചപ്രേതങ്ങളെ പഞ്ചബ്രഹ്മമെന്നും വ്യവഹരിക്കുന്നുണ്ടല്ലോ അല്ലേ. അപ്പോൾ ആ പഞ്ചബ്രഹ്മങ്ങളും ദേവിയുടെ തന്നെ സ്വരൂപഭേദങ്ങളാണ് എന്ന് ഈ നാമത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം എന്നുള്ളതാണ്. ഇനി 251 നാമം ഓം ചിന്മയൈ നമ. ചിത് സ്വരൂപിണി എന്നാണ്. അതായത് ബോധസ്വരൂപമാണ് ചിത്ത് അല്ലേ. ജ്ഞാനസ്വരൂപിണിയാണ് എന്ന് അരൂപമായിട്ടുള്ളൊരു കൽപ്പന എന്നാണ് ആ നാമത്തിന് നമുക്ക് ഏറ്റവും ലളിതമായ രീതിയിൽ മനസ്സിലാക്കാൻ സാധിക്കുക. ഇനി 252 നാമം ഓം പരമാനന്ദായൈ നമ.
നിറഞ്ഞ ആനന്ദത്തോട് കൂടിയവൾ എന്നാണ്. ജ്ഞാനസ്വരൂപം വെളിപ്പെട്ടാൽ പിന്നെ ദുഃഖമില്ല അല്ലേ, വ്യാകുലതയില്ല, സർവദാ സർവത്ര ആനന്ദമയമായിരിക്കും. അപ്പോൾ പരമാനന്ദം മോക്ഷമാണെന്നും വേണമെങ്കിൽ പറയാം. അപ്പോൾ മോക്ഷസ്വരൂപിണിയാണല്ലോ ദേവി. ആനന്ദത്തെ തൈത്രീയോപനിഷത്തിൽ അവതരിച്ച് കാണുന്നത് 100 മനുഷ്യാനന്ദം സമം ഒരു മനുഷ്യ ഗന്ധർവാനന്ദം എന്നാണ്. അപ്പോൾ 100 മനുഷ്യ ഗന്ധർവാനന്ദം ഒരു ദേവഗന്ധർവാനന്ദം, 100 ദേവഗന്ധർവാനന്ദം ഒരു പിതൃദേവാനന്ദം, 100 പിതൃദേവാനന്ദം ഒരു ആജാനദേവാനന്ദം, 100 ആജാനദേവാനന്ദം ഒരു കർമ്മദേവാനന്ദം, 100 കർമ്മദേവാനന്ദം ഒരു ദേവാനന്ദം, 100 ദേവാനന്ദം ഒരു ഇന്ദ്രാനന്ദം, 100 ഇന്ദ്രാനന്ദം ഒരു ബൃഹസ്പതിയുടെ ആനന്ദം, 100 ബൃഹസ്പതിയുടെ ആനന്ദം ഒരു പ്രജാപതിയുടെ ആനന്ദം, 100 പ്രജാപതിയുടെ ആനന്ദം ഒരു ബ്രഹ്മാനന്ദം. ഇതാണ് അതിൻ്റെ ആ കണക്കിനെ കുറിച്ചിട്ടുള്ള ആ ഒരു ഘടനയൊക്കെ തൈത്രീയോപനിഷത്തിൽ സവിസ്തരം വിസ്തരിച്ച് പറയണത്. അപ്പോൾ ബ്രഹ്മനിഷ്ഠൻ്റെ ആനന്ദം മനുഷ്യാനന്ദത്തിൻ്റെ എത്രയോ മടങ്ങാണ് അല്ലേ. ആ ആനന്ദം മൂർത്തിയെടുത്തവളാണ് ദേവി എന്നാണ് ആ പരമാനന്ദ എന്നുള്ള നാമത്തിന് അർത്ഥമായിട്ട് നമ്മൾ എടുക്കേണ്ടത് എന്നുള്ളതാണ്. ഇനി 253 നാമം. ഓം വിജ്ഞാനഘനരൂപിണ്യൈ നമഃ. സർവഗതവും സാന്ദ്രവുമായ വിജ്ഞാനം എന്നാണ്, രൂപം പൂണ്ടവൾ. വിജ്ഞാനം എന്നുള്ളതിന് ജീവൻ എന്നൊരു വ്യാഖ്യാനം ബൃഹദാരണ്യത്തിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ വിജ്ഞാനഘനം എന്ന് പറഞ്ഞാൽ ജീവസമഷ്ടിയെ കുറിക്കുന്നത് എന്നാണ്. അപ്പോൾ സമഷ്ടി ജീവനും ദേവി തന്നെയാണ് എന്ന് നമുക്കിവിടെ താല്പര്യമായിട്ട് എടുക്കാം എന്നുള്ളതാണ്. ഇനി 254 നാമം. ഓം ധ്യാനധ്യാതൃധ്യേയരൂപായൈ നമഃ. ധ്യാനമായും ധ്യാനിക്കുന്നവളായും ധ്യാനിക്കപ്പെടുന്ന വസ്തുവായും പ്രശോഭിക്കുന്നവൾ എന്നാണ് നാമത്തിനർത്ഥം. അപ്പോൾ രൂപത്തിന് സൗന്ദര്യം എന്നർത്ഥം ഉണ്ട്. തത്ര പ്രത്യയർഗാദാന തത്ര പ്രത്യയർഗ താനതാധ്യാനം എന്ന് യോഗസൂത്രത്തിൽ കാണുന്നുണ്ട്. അതായത് ഒരു വസ്തുവിൽ അവിഛിന്നമായിട്ടുള്ള ജ്ഞാനവൃത്തി പ്രവാഹമാണ് ധ്യാനം എന്നാണ്. അഷ്ടാംഗയോഗത്തിലെ 7ാമത്തേത് ധ്യാനമാണ്. യമം, നിയമം, ആസനം, പ്രാണായാമം, പത്യാഹാരം, ധാരണ, ധ്യാനം, സമാധി. ഇതാണല്ലോ അഷ്ടാംഗം. അപ്പോൾ അതാണ് ആ നാമത്തിന് ധ്യാനധ്യാതൃധ്യേയരൂപ എന്നുള്ളത്. ധ്യാനമായും ധ്യാനിക്കുന്നവളായും ധ്യാനിക്കപ്പെടുന്ന വസ്തുവായിട്ടും പ്രശോഭിക്കുന്നവൾ എന്നുള്ള അർത്ഥം നമുക്ക് എടുക്കാം. ഇനി 255 നാമം. ഓം ധർമാധർമ്മ വിവർജിതായേ നമഃ. ധർമാധർമ്മങ്ങൾ ഏശാത്തവൾ എന്നാണ്. വേദവിഹിതമായിട്ടുള്ള കർമ്മമാണ് ധർമ്മം അല്ലേ. അപ്പോൾ വേദവിഹിതമായ കർമ്മം അധർമ്മവും, അതായത് ജൈമിനി ശാസ്ത്രപ്രകാരം. അപ്പോൾ ഇവ രണ്ടും ദേവിക്ക് ബാധകമല്ല എന്നാണ് ഈ നാമത്തിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. നിത്യഹൃദയതന്ത്രം അനുസരിച്ച് ധർമ്മം ബന്ധനവും അധർമ്മം മോക്ഷവുമാകുന്നു എന്നാണ്. അപ്പോൾ ധർമ്മം എന്നതിന് ഇവിടെ കർമ്മം എന്നാണ് അർത്ഥം എടുക്കേണ്ടത്. അപ്പോൾ പ്രതിശാസ്ത്ര ഭിന്നമായിരിക്കും പലപ്പോഴും അർത്ഥകൽപ്പന എന്നുള്ളതാണ്. അപ്പോൾ നിത്യതന്ത്രപ്രകാരം ബന്ധമോക്ഷങ്ങളില്ലാത്തവൾ എന്നൊരർത്ഥം നമുക്ക് എടുക്കാം. ധർമ്മം സമത്വത്തെ സൃഷ്ടിക്കുന്നത് എന്ന് മറ്റൊരർത്ഥമുണ്ട്. അപ്പോൾ അധർമ്മം വിഷയത്തെ സൃഷ്ടിക്കുന്നത് എന്നൊരർത്ഥമുണ്ട്. സമം വിഷമം. സമത്വം എന്ന് പറഞ്ഞാൽ സുഖം, അസമത്വം എന്ന് പറഞ്ഞാൽ ദുഃഖം. സുഖദുഃഖ നിർമുക്തയായവളാണ് ദേവി എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അപ്പം മന്ത്രാർത്ഥത്തിൽ ഈ നാമത്തിന് മറ്റൊരർത്ഥമാണുള്ളത്. ശരിക്കും പറഞ്ഞാൽ ധർമ്മം ശക്തി ബീജാക്ഷരവും അധർമ്മം ശൈവ ബീജാക്ഷരവും വിവർജിത എന്ന് പറഞ്ഞാൽ ഏറ്റവും വർദ്ധിച്ചത് എന്നാണ്. അപ്പോൾ മന്ത്രനിഷ്ഠമായ ശക്തി ശൈവ ബീജാക്ഷരങ്ങൾക്ക് ഏറ്റവും വർദ്ധമാനമായ ശക്തി പകരുന്നവൾ എന്നാണ് അതിന് അർത്ഥമായിട്ട് വരുന്നത്. അപ്പോൾ ഗുണകരമായിട്ടുള്ള ഫലം ഉളവാക്കുന്നതാണ് ധർമ്മം. അപ്പോൾ ഇതിന് വിപരീതമാണ് അധർമ്മം അല്ലേ. അപ്പോൾ ധൃ എന്ന ധാതുവിൽ നിന്നാണ് ധർമ്മശബ്ദത്തിൻ്റെ ഉൽപ്പത്തി തന്നെ. മാ എന്നാലും മഹത്തായത് എന്നാണ്. അപ്പോൾ മഹത്തായത് ധരിക്കുന്നത് യാതൊന്നാണോ അത് ധർമ്മം എന്നാണ് മത്സ്യപുരാണത്തിൽ കാണുന്നത്. അപ്പോൾ സംവർത്ത സ്മൃതി പറയുന്നത് വേറെ രീതിയിലാണ്. വേദവിഹിതവും പാരമ്പര്യാനുസൃതവുമായിട്ടുള്ള പെരുമാറ്റത്തെയാണ് ധർമ്മം
എന്ന് പറയുന്നതെന്നാണ്. അപ്പോൾ യജ്ഞവാക്യ സ്മൃതി അനുസരിച്ച് യാഗം, സദാചാരം, ആത്മനിയന്ത്രണം, അഹിംസ, ദാനം, സ്വാധ്യായം ഇതെല്ലാം ധർമ്മമായിട്ടാണ് പറയുന്നത്. പരമമായ ധർമ്മമാകട്ടെ ആത്മസാക്ഷാത്കാരവുമാണെന്ന് പറയുന്നു. അപ്പോൾ ധർമാധർമ്മങ്ങൾക്കതീതയാണ് ദേവി. കാരണം ഇവ അജ്ഞാനികളെ ഉദ്ദേശിച്ചുള്ളതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ നാമം നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നതാണ്. ഇനി 256 നാമം. ഓം വിശ്വരൂപായേ നമഃ. വിശ്വമാകുന്ന രൂപത്തോടു കൂടിയവൾ. ദേവി ഭാഗവത പുരാണത്തിലെ ദേവി ഇങ്ങനെ പറയുന്നുണ്ട്: ഞാൻ തന്നെയാണ് വിശ്വം, എന്നിൽ നിന്ന് ഭിന്നമായി മറ്റൊരു നിത്യസത്യമില്ല. അപ്പോൾ ഈ നാമത്തെ പല പ്രകാരത്തിൽ നമുക്ക് വ്യാഖ്യാനിച്ച് കാണുന്നതായിട്ട് പല ഗ്രന്ഥങ്ങളിലും കണ്ടിട്ടുണ്ട്. സ്ഥൂല ശരീരാഭിമാനിയായി വിശ്വത്തെ അനുഭവിക്കുന്ന ജീവാത്മാവായി തീർന്നിരിക്കുന്നവൾ എന്നൊരർത്ഥമുണ്ട്. അപ്പോൾ സൃഷ്ടിപ്രക്രിയയിൽ ആദ്യമുണ്ടായത് തമസാണ്. തുടർന്ന് മഹത്വവും അഹങ്കാരവും പഞ്ചമഹാഭൂതങ്ങളും ആവിർഭവിച്ചു എന്നാണ് പറയണത്. അപ്പോൾ അതോടൊപ്പം 5 ജ്ഞാനശക്തികളും 5 ക്രിയാശക്തികളും ഉത്ഭവിച്ചു എന്നും പറയണു. അപ്പോൾ 5 ജ്ഞാനശക്തികളുടെയും സമഷ്ടിയിൽ നിന്ന് അന്ധഃകരണവും ഓരോ ജ്ഞാനശക്തിയിൽ നിന്ന് പ്രത്യേകമായിട്ട് ഓരോ ജ്ഞാനേന്ദ്രിയവും ആവിർഭവിച്ചു എന്നും, അതേപോലെ 5 ക്രിയാശക്തികളുടെ സമഷ്ടിയിൽ നിന്ന് പ്രാണനും ഓരോ ക്രിയാശക്തിയിൽ നിന്ന് ഓരോ കർമ്മേന്ദ്രിയവും ഉണ്ടായി എന്നാണ്. അപ്പോൾ 5 മഹാഭൂതങ്ങളിൽ നിന്ന് പിന്നീട് 5 സ്ഥൂലഭൂതങ്ങൾ ഉത്ഭവിച്ചു എന്ന് പറയുന്നു. അപ്പോൾ ജാഗ്രത അവസ്ഥയിൽ ജീവൻ പഞ്ചജ്ഞാനേന്ദ്രിയങ്ങളോടും പഞ്ചകർമ്മേന്ദ്രിയങ്ങളോടും അന്ധഃകരണമാകുന്ന മനസ്സ്, ചിത്തം, ബുദ്ധി, അഹങ്കാരം എന്നിവയോടും പഞ്ചപ്രാണങ്ങളോടും സ്ഥൂല ശരീരത്തോടും കൂടി പ്രവർത്തിക്കുന്നു എന്നാണ്. അപ്പോൾ സ്ഥൂല ശരീരാഭിമാനിയായ ആ ജീവനാണ് വിശ്വൻ എന്ന് പറയുന്നത്. അപ്പോൾ സ്വപ്നാവസ്ഥയിലെ ജീവൻ പഞ്ചജ്ഞാനേന്ദ്രിയങ്ങളോടും മനസ്സ്, ചിത്തം, ബുദ്ധി, അഹങ്കാരം തുടങ്ങിയിട്ടുള്ള അന്ധകരണങ്ങളോടും പഞ്ചപ്രാണങ്ങളോടും സൂക്ഷ്മ ശരീരത്തോടും കൂടി പ്രവർത്തിക്കണു എന്ന് മനസ്സിലായി. അപ്പോൾ സൂക്ഷ്മ ശരീരാഭിമാനിയായ ആ ജീവനെയാണ് തൈജസൻ എന്ന് വിളിക്കുന്നത് എന്ന് പറയുന്നു. അപ്പോൾ നമ്മൾ സൂക്ഷ്മ ശരീരാഭിമാനിയായിട്ടുള്ള ആ ജീവനെ തൈജസൻ എന്ന് വിളിക്കുന്നു എന്ന് കഴിഞ്ഞ ദിവസം അനുസ്മരിച്ചു. ഇനി സുഷുപ്തിയിലാണെങ്കിൽ ജീവൻ, അഹങ്കാരം, പഞ്ചപ്രാണങ്ങൾ, കാരണശരീരം എന്നിവ അജ്ഞാനാവൃതമായിട്ട് ഉറങ്ങുന്നെന്നോ ഉറങ്ങുന്നില്ല എന്നോ പാകമല്ലാത്ത അവ്യാകൃതാവസ്ഥയിൽ വർത്തിക്കുന്നു എന്നാണ് പറയുന്നത്. അതാണ് പ്രാജ്ഞൻ എന്ന് പറയുന്ന ജീവൻ എന്ന് മനസ്സിലാക്കുക. അപ്പോൾ സമഷ്ടി സ്ഥൂല ശരീരത്തിൽ കൂടി പ്രകാശിക്കുന്ന ചൈതന്യത്തെ വിശ്വന്മാരുടെ സമഷ്ടി വൈശ്വാനരൻ എന്നും, സമഷ്ടി സൂക്ഷ്മ ശരീരത്തിൽ കൂടി പ്രകാശിക്കുന്ന ശരീരത്തെ സമഷ്ടി തൈജസന്മാർ എന്നും, ഹിരണ്യഗർഭൻ എന്നൊക്കെ സമഷ്ടി കാരണ ശരീരത്തിൽ കൂടി പ്രകാശിക്കുന്ന ചൈതന്യത്തെ പ്രാജ്ഞന്മാരുടെ സമഷ്ടി എന്നും, അതായത് ഈശ്വരൻ എന്നുമൊക്കെ പറയാം എന്നുള്ളതാണ്. അപ്പോൾ വിശ്വരൂപം എന്ന് പറഞ്ഞാൽ കൃഷ്ണപക്ഷത്തിലെ പഞ്ചമി ദിനാണ് ഇവിടെ അതിന് അർത്ഥമായിട്ട് വരുന്നത്. അപ്പോൾ പ്രഥമ മുതൽ ക്രമത്തിൽ ഓരോ തിഥിക്കുമുള്ള പേരുകൾ ഉണ്ട് എന്നാണ്. അപ്പോൾ 1-ാമത്തെ ദിവസത്തിന് പ്രസ്തുതം, അതേപോലെ 2-ന് വിഷ്ടുതം, സംസ്തുതം, കല്യാണം, വിശ്വരൂപം, ശുക്രം, അമൃതം, തേജസ്വിനം, തേജസം, സമിധ, അരുണം, ഭാനുമതം, മരീചിമതം, അഭിതപസ്, തപസ്വത് എന്ന് തുടർന്ന് കൃഷ്ണപക്ഷത്തിലെ രാത്രികൾക്കും ഈ ക്രമത്തിൽ പേരുണ്ട് എന്നാണ്. 1-ാമത്തെ സുധ, 2 സുന്വതി, പ്രസൂത, സൂര്യമാനസ, അഭീഷുയമാന, പ്രീത, പ്രഭ, അതേപോലെ സത്വ, തൃപ്തി, തർപ്പയന്തി, കാന്ത, കാമ്യ, കാമജാത, ആയുഷ്മതി, കാമദുഃഖ. ഇങ്ങനെയാണ് ആ കൃഷ്ണപക്ഷത്തിലെ ഓരോ ദിവസത്തിനുള്ള പേരുകൾ. അപ്പോൾ പഞ്ചമിയിലെ കല സവിശേഷതകളുള്ളതാണ് എന്നാണ്. അതാണ് പഞ്ചമരാഗം, പഞ്ചമി ചന്ദ്രൻ, പഞ്ചഗവ്യം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ പ്രസിദ്ധമായിട്ട്. അപ്പോൾ പഞ്ചമിയിലെ കലയായിട്ടുള്ള വിശ്വരൂപത്തോടു കൂടിയവൾ വിശ്വരൂപ. പ്രധാന കലയെ പറഞ്ഞതുകൊണ്ടാണ് മറ്റ് കലകളോടും കൂടിയവളാണ് ദേവി എന്ന് പറയുന്നത്. ഇനി 257-ാമത്തെ നാമം. ഓം ജാഗിരണ്യേ നമ. ജാഗ്രത് അവസ്ഥയിൽ ഇരിക്കുന്നവൾ എന്നാണ്. അഥവാ ജാഗ്രത അവസ്ഥയെ അനുഭവിക്കുന്ന
ജീവനായി തീർന്നിരിക്കുന്നവൾ എന്നാണ് നാമത്തിനർത്ഥം. അപ്പോൾ വ്യാവഹാരിക ദശയാണ് ജാഗ്രത് അല്ലേ. സ്ഥൂല ശരീരാഭിമാനം പ്രകടിതമാകുന്നതും ഈ ജാഗ്രത്തിലാണെന്ന് നമുക്കറിയാം അല്ലേ. അപ്പോൾ സർവാക്ഷഗോചരത്വേന യാതു ബാഹ്യതയാ സ്ഥിത സൃഷ്ടി സാധാരണീ സർവ പ്രീതാത്മാ അയം സ ജാഗര എന്നാണ്. എല്ലാ അക്ഷങ്ങൾക്കും ഇന്ദ്രിയങ്ങൾക്കും പ്രത്യക്ഷമായി അല്ലെങ്കിൽ ബാഹ്യമായി സ്ഥിതി ചെയ്യുന്ന എല്ലാ സാധാരണ സൃഷ്ടിജാലങ്ങളിലും പ്രിയരൂപത്തിൽ കടന്നിരിക്കുന്ന ആ ചൈതന്യം തന്നെയാണ് ഈ ജാഗരൻ എന്നാണ്. ഉണർന്നിരിക്കുന്ന ജീവൻ, ആ ജീവസ്വരൂപിണിയാണ് ജാഗരണി എന്നാണ് ആ നാമത്തിനർത്ഥം പറഞ്ഞത്. ഇനി 258 നാമം സ്വബന്ധ്യൈ നമ. സ്വപ്നാവസ്ഥയിലിരിക്കുന്നവൾ എന്നാണ്, അല്ലെങ്കിൽ സ്വപ്നാവസ്ഥയെ അനുഭവിക്കുന്ന ജീവനായി തീർന്നിരിക്കുന്നവൾ എന്ന് നാമത്തിനർത്ഥം. അപ്പോൾ ജാഗ്രത കഴിഞ്ഞാലാണല്ലോ സ്വപ്നാവസ്ഥ അല്ലേ. അപ്പോൾ മനസ്സിൽ അന്തർലീനമായിരിക്കുന്ന പദാർത്ഥ ജ്ഞാനങ്ങളും ആശയങ്ങളും അഭിവ്യക്തമാക്കുന്ന അവസ്ഥയാണ് സ്വപ്നം. അത് നമുക്കറിയുകയും ചെയ്യാം അല്ലേ. അപ്പോൾ ആ സ്വപ്നാവസ്ഥയിൽ ഇരിക്കുന്നവൾ എന്ന് നാമത്തിനർത്ഥം. ഇനി 259 നാമം ഓം തൈജസാത്മികായൈ നമ. തൈജസാത്മാവായിരിക്കുന്നവൾ എന്നാണ്. സ്വപ്നാവസ്ഥയിൽ സൂക്ഷ്മ ശരീരാഭിമാനിയായിരിക്കുന്ന ജീവനാണ് തൈജസ് എന്ന് നമ്മൾ നേരത്തെ അനുസ്മരിച്ചു. അപ്പോൾ സ്വപ്നാവസ്ഥ ഉറക്കത്തിലാണല്ലോ സാധാരണയായിട്ട് നമുക്ക് അനുഭൂതമാകുന്നത്. അപ്പോൾ ബാഹ്യദൃഷ്ടിക്ക് ഉറക്കം എന്ന് പറഞ്ഞാൽ ഇരുട്ടാണ് അല്ലേ. അപ്പോൾ ജീവൻ തേജോരൂപമാണ്, പ്രകാശാത്മകമാണ് എന്ന് നമുക്കറിയാം. അപ്പോൾ തേജസ്സിനെ സംബന്ധിച്ചതാണ് തൈജസം. അപ്പോൾ ദേവി തേജോമയമായവൾ എന്ന് ഉറപ്പിക്കുകയാണ് ഈ തൈജസാത്മിക എന്നുള്ള നാമം കൊണ്ട് എന്ന് മനസ്സിലാക്കുക. ഇനി 260 നാമം ഓം സുപ്തായൈ നമ. സുഷുപ്തിയാവസ്ഥയിലിരിക്കുന്നവൾ എന്നാണ്, അല്ലെങ്കിൽ സുഷുപ്തിയെ അനുഭവിക്കുന്ന ജീവനായി തീർന്നിരിക്കുന്നവൾ എന്നാണ്. ഇവിടെ സുഷുപ്തി എന്ന് പറഞ്ഞ അവസ്ഥയിൽ ഇരിക്കുന്നു എന്നതാണ് ലക്ഷണീയമാണ്. കാരണം ഒന്നിനെയും വേർതിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയാണല്ലോ ഈ സുഷുപ്തി എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നും അറിഞ്ഞില്ല എന്നതാണല്ലോ സുഷുപ്തിയിലെ അനുഭവവും. അപ്പോൾ ഒന്നും അറിഞ്ഞില്ല എന്ന ഓർമ്മ മാത്രം ശേഷിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അവിദ്യക്ക് ഇവിടെ 3 പ്രകാരങ്ങളുണ്ട് എന്നാണ്: അജ്ഞത, സ്വാർത്ഥം, സൗഖ്യം. അപ്പോൾ ഈ അജ്ഞതയാണ് ഒന്നും അറിഞ്ഞില്ല എന്നുള്ള അനുഭവം സൃഷ്ടിക്കുന്നത് എന്നുള്ളതാണ്. സ്വാർത്ഥതയാണ് ഞാൻ ഉറങ്ങിപ്പോയി എന്നുള്ള അനുഭവം സൃഷ്ടിക്കുന്നത്. സുഖമായി ഉറങ്ങി എന്നുള്ള അനുഭവമാണ് സൗഖ്യം എന്നുള്ളത്. അപ്പോൾ ഈ സൗഖ്യം എന്ന മായാകാര്യത്തിൻ്റെ സൃഷ്ടിയാണ്. അപ്പോൾ ഈ അവസ്ഥ അനുഭവിക്കാൻ ഒരു ശരീരമുണ്ട്, കാരണശരീരം എന്നാണ്. ഇനി 261 നാമം ഓം പ്രാജ്ഞാത്മികായൈ നമ. പ്രാജ്ഞനിൽ നിന്ന് അഭിന്നയായവൾ എന്നാണ് നാമത്തിനർത്ഥം. അതായത് സുപ്താവസ്ഥയിലുള്ള ജീവനെയാണ് പ്രാജ്ഞൻ എന്ന് വിളിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലായി. ഇനി 262 നാമം ഓം തുര്യായൈ നമ. തുരീയാവസ്ഥയോട് കൂടിയവൾ എന്നാണ്. 4ാമത്തെ അവസ്ഥയെ പ്രാപിച്ചവൾ. പ്രാപിക്കുക എന്നത് ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് കടക്കുന്നു എന്നുള്ള അർത്ഥമല്ല ഇവിടെ. സർവകഥയും അതുകൊണ്ട് തന്നെ അചഞ്ചലയുമായ ദേവി ഇല്ലാത്തൊരിടവും ഇല്ല അല്ലേ. വ്യവഹാരത്തിന് വേണ്ടിയിട്ട് നമ്മൾ ജാഗ്രത, സ്വപ്ന, സുഷുപ്തികൾ കടന്നു നിൽക്കുന്നവൾ എന്നൊക്കെ പറയാറുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ശുദ്ധവിദ്യ എന്ന് വിളിക്കപ്പെടുന്ന അനുഭൂതിയെ അനുഭവിക്കുന്ന അവസ്ഥയാണ് തുരീയം എന്ന് നമുക്കറിയാം. ഇപ്പോൾ ശിവസൂത്രം 5 അവസ്ഥകളെക്കുറിച്ച് പറയുന്നുണ്ട്: ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി, തുരീയം, തുരീയാതീതം. അപ്പോൾ തുരീയാവസ്ഥയിലിരിക്കുന്ന ജീവനെ ജാഗ്രത്, സ്വപ്ന, സുഷുപ്ത്യാവസ്ഥയിലെ അനുഭവങ്ങൾ ബാധിക്കുന്നില്ല എന്നാണ്. അപ്പോൾ ഈ അവസ്ഥയിൽ കേവലം സാക്ഷി മാത്രമായിട്ട് വർത്തിക്കുകയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ശിവനുമായിട്ടുള്ള പരമസാമ്യം, കൈവല്യം 5ാമത്തെ അവസ്ഥയായ തുരീയാതീതാവസ്ഥയിൽ മാത്രമേ സംഭവിക്കുന്നുള്ളൂ എന്നാണ്. അപ്പോൾ സുഷുപ്ത്യാവസ്ഥയിൽ ജീവൻ കാരണശരീരത്തിൽ കൂടി പ്രവർത്തിക്കുന്നു എങ്കിൽ കൂടിയും തുരീയാവസ്ഥയിൽ മഹാകാരണമാകുന്ന ഉപാധിയിലൂടെ പ്രവർത്തിക്കുന്നു എന്നാണ്. അപ്പോൾ തുരീയാവസ്ഥയിലിരിക്കുന്ന ജീവനുമായിട്ട് വിഷ്ടിയിലും സമഷ്ടിയിലും അഭിന്നയായതിനാൽ ദേവിയെ തുര്യ എന്ന് വിളിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം.
അപ്പോൾ വരദരാജൻ പറയുന്നുണ്ട്, തുരീയം എന്ന ഈ പരമാവസ്ഥയെ അത്ഭുതമെന്ന് മാത്രമേ പറയാൻ കഴിയൂ എന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. അപ്പോൾ യോഗികൾ ഇതിനെ മാത്രമേ സത്യമായിട്ട് കരുതുന്നുള്ളൂ എന്നാണ്. ആധുനിക മനഃശാസ്ത്രം അമ്പരിപ്പിക്കുന്ന ഒന്നാണ് ഈ തുരീയ സങ്കല്പം. ആധുനികമായിട്ടുള്ള മനഃശാസ്ത്രത്തെ അമ്പരപ്പിക്കുന്ന ഒന്നാണ് ഈ തുരീയ സങ്കല്പം എന്ന് ആധുനികരായിട്ടുള്ള ആളുകൾ തന്നെ പറയണു. അപ്പോൾ ബോധമനസ്സെന്നും ഉപബോധ മനസ്സെന്നും അബോധ മനസ്സെന്നും പറഞ്ഞ് ബുദ്ധി പിൻവാങ്ങുമ്പോഴാണ് യോഗികൾ സാക്ഷാത്കരിച്ചറിയുന്ന തുരീയാവസ്ഥ ഭാരതീയ ഋഷിമാർ സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് തന്നെ ഇവിടെ നമ്മളോട് വെളിപ്പെടുത്തി തന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ തുര്യ എന്നുള്ള നാമം തുര്യ എന്ന ശക്തി ദേവതയെ കുറിക്കുന്നു എന്നും ആ ശക്തി ദേവതയോട് കൂടിയ ദേവിയും തുര്യ തന്നെയാണ് എന്നും ഒരു വ്യാഖ്യാന ഭേദവും കാണാനുണ്ട്. ഇനി മറ്റൊരു വ്യാഖ്യാനം കണ്ടിട്ടുള്ളത് തുരീയാനന്ദനാഥൻ എന്നാണ്. എന്ന സിദ്ധനെ ദേവി സ്പർശനങ്ങളാൽ ആനന്ദഭാജനമാക്കി എന്നും അതിനാൽ ദേവിക്ക് തുര്യ എന്ന നാമം പ്രസിദ്ധമായി എന്നും ത്രിപുരാസിദ്ധാന്തം എന്ന് പറയുന്ന ആ ഗ്രന്ഥത്തിൽ സവിസ്തരം പ്രതിപാദിച്ച് കാണുന്നുണ്ട്. അപ്പോൾ ആചാര്യസ്വാമികൾ സൗന്ദര്യലഹരിയിലെ 97ാമത്തെ ശ്ലോകത്തിൽ ഇങ്ങനെയാണ് ദേവിയെ വർണ്ണിക്കണത്. ശ്രീരാമാഹുർദേവീം ദ്രോഹിണ ഗൃഹിണ വാഗമവിദോ ഹരേ പത്നിം പത്മാം ഹരസഹചരി മദ്രിതനയാം തുരീയാഗപ്പിത്വം ദുരധിഗമ നിസ്സീമമഹിമാ മഹാമായാ വിശ്വം ഭ്രമയസി ഹരബ്രഹ്മമഹിഷി. അല്ലയോ പരബ്രഹ്മസ്വരൂപിണി, വേദവിജ്ഞരായ വ്യാസാദികൾ അവിടുത്തെ ബ്രഹ്മപത്നിയായ സരസ്വതിയെയും ഹരിപത്നിയായ ലക്ഷ്മിയായും ഹരൻ്റെ സഹചാരിണിയായ പാർവതിയായും വാഴ്ത്തി സ്തുതിക്കുന്നു. എന്നാൽ അവിടുന്നാകട്ടെ ഈ 3 ശക്തിശാലിനികൾക്കും അതീതയായ തുരീയ ശക്തിയാണ്. കടന്നെത്താൻ തരമില്ലാത്ത മട്ടിലെ അളവില്ലാത്ത മഹത്വങ്ങൾക്ക് ആധാരഭൂതയായ മഹാമായയാണ് അവിടുന്നാണ് ഈ പ്രപഞ്ചചക്രത്തെ സദാ ചുഴറ്റിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ആ സൗന്ദര്യലഹരി ശ്ലോകത്തിൻ്റെ അർത്ഥം. അപ്പോൾ ആചാര്യസ്വാമികൾ ഈ നാമത്തിന് വ്യാഖ്യാനം എഴുതിയിട്ടുമുണ്ട്. അതാണ് ഈ ശ്ലോകം എന്നുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ ഈ നാമത്തോട് കൂടിയിട്ട് നമുക്ക് ഈ സർഗ ഇവിടെ പര്യവസാനിപ്പിക്കാം. അടുത്ത ദിവസം 263ാമത്തെ നാമം മുതൽ നമുക്ക് അനുസ്മരിക്കാം. ഓം സ്വാമിയേ ശരണമയ്യപ്പ. മാളിയപ്പുറത്തമ്മ ദേവി ലോകമാതാവേ ശരണമയ്യപ്പ. ശ്രീ മഹാദേവ്യൈ നമഃ. ശ്രീ ലളിതാ ത്രിപുരസുന്ദര്यै നമഃ. ഓം